Hi everyone, back with another vlog today. കാരണം ഞാൻ ഇന്നിപ്പോൾ വേറൊരു രാജ്യത്താണ് and a destination that's very popular for Indians. Guess where it is? Thailand. In the morning, നമ്മളൊരു ബിസിനസ് മീറ്റിന് വന്നേക്കാണ് കേട്ടോ ഇവിടെ. സോ ദ വ്യൂ ഹിയർ ഇസ് അമേസിങ്. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അങ്ങ് ദൂരെ മലകൾ ആൻഡ് ഹിയർ വി ഹാവ് എ അടിപൊളി പൂൾ കേട്ടോ. രക്ഷയില്ല. And ആണോ? Hi, so before we move ahead to the video, I just wanted to say what this business trip was all about. So I'm one of the directors of a family business called as SPAN International Education Private Limited, which is a study abroad consultancy. So ഞാനിപ്പോൾ ഓഫീസിലിരുന്നാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. And as you can see, these are some of our recent visa success stories and all that. So SPAN was selected as one of the top performers for 2 pioneering universities in Germany. So അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ ഒരു ബിസിനസ് ട്രിപ്പ് സ്ലാഷ് workshop നമ്മൾക്ക് അവർ ഓഫർ ചെയ്തത്. Those 2 universities are in Germany. One is Gisma University of Applied Sciences, Germany, and the second is University of Applied Sciences, Europe, Germany, അതായത് UAE, Germany. So ഈ 2 യൂണിവേഴ്സിറ്റീസിനെയും ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ട് അവർ ഞങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഐ ഗോട്ട് ദി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു തായ്ലൻഡ്. ഫുള്ളി കവേർഡ് എക്സ്പെൻസസ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിംഗ് ട്രാവൽ, accommodation, and all other expenses were covered, which is very sweet and kind of them. So thank you to these 2 universities. I also wanted to say, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും abroad education നോക്കുന്നവരുണ്ടെങ്കിൽ please do get in touch with us. We could help you, especially if you're looking for countries in the Europe predominantly, that is in Germany, France, Austria, Sweden, Finland, even other countries like Ireland, USA, UK, Canada, Australia, everything. We've been doing 16 plus countries. So do get in touch with us. You can find more details in my description. ഞാൻ contact details അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ you can also check our Instagram page, which is span_international, which I'll link down in the description as well. So now let's go back to the video. നമുക്കൊന്ന് റൂം ടൂർ കാണാം. ഇവിടെ ഫസ്റ്റ് തന്നെ ബാത്റൂം, പിന്നെ ഒരു നല്ല മിറർ, പിന്നെ ഈ അടിപൊളി വ്യൂ. ഓ മൈ ഗോഡ്, ഡു യു സീ ദ മൗണ്ടൻസ്? ഒരു രക്ഷയില്ല. യൂസ് ടു ഗുഡ്. എൻ്റെ അമ്മോ, ഇവിടെ ശരിക്കും ഡബിൾ ബെഡ് ഉണ്ട്, ബട്ട് ഇതെനിക്ക് സിംഗിൾ ആയിട്ട് കിട്ടാൻ പോവുകയാണ് ഗായ്സ്. ആൻഡ് ഈ കിളിവാതിൽ എങ്ങോട്ടാണെന്ന് അറിയാമോ? ബാത്റൂമിലേക്ക്. വ്യൂ എൻജോയ് ചെയ്ത് കുളിക്കാനുള്ള ഒരു സെറ്റപ്പാണിത്, വിച്ച് ഇസ് നൈസ്. എനിവേസ്, അപ്പം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, കാരണം ഇറ്റ്സ് ബീൻ റിയലി ലോങ് ഫ്ലൈറ്റ്. ഒരു നല്ല ഉറക്കത്തിൻ്റെ കുറവുണ്ട്. സോ ഉറങ്ങി എണീറ്റ് കാണാം. ലെറ്റ്സ് ഗോ സ്ലീപ്പ്. And I woke up like this. അയ്യോ, നല്ലൊരു അടിപൊളി ഉറക്കം ഉറങ്ങി. ഇനി ഒരു ഡിന്നർ ഉണ്ട്, അപ്പോൾ അതിന് പോകാനുള്ള ഒരു ഒരുക്കം. ഞാൻ നേരത്തെ ഒരുങ്ങി റെഡിയായി, എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഐ എം വെരി ലേറ്റ്, കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് പോകാം. സോ വാട്ട് ഐ എം വെയറിങ്, ഐ ജസ്റ്റ് ഷോ. So yes, this is what I'm wearing. It's a pants and a top. ഇതിനോടൊരു കോട്ടും കൂടി ഉണ്ട്, ബ്ലേസർ. അതിങ്ങനെ വേണമെന്ന് വിചാരിക്കുക, നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ദ ഔട്ട്ഫിറ്റ് ഓഫ് ദ നൈറ്റ്. ലെറ്റ്സ് ഗോ. वो पहले बोल देता है.
അടിപൊളി സൺറൈസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് അതൊക്കെ ഈ പ്രോപ്പർട്ടി ഒന്ന് നടന്ന് കുറച്ചൊക്കെ ഒന്ന് കാണാൻ ഉള്ളൊരു പ്ലാനിലാണ്. എൻ്റെ ഓരോരോ വഴികളൊക്കെ ഉണ്ട്. രണ്ടുപേര് പ്രോപ്പർട്ടി ഒക്കെ വെച്ച് സെറ്റായിരിക്കല്ലേ. ഉള്ളിലൊക്കെ ഒക്കെ പോണമെന്നുണ്ട്. കുറച്ച് ഫോട്ടോ എടുക്കണം. കറക്റ്റ് എടുക്കണോ? നടന്നു വന്ന് വരുമ്പോൾ വീണ്ടും ഒരു കാട്ടിൽ നിൽക്കുന്ന പോലെ നമ്മുടെ നാട്ടിലത്തെ അതേ ചെടി പോലെ തോന്നുക. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ കേരളമായിട്ട്. കണ്ടാ അതോ നിൽക്കുന്ന ചെടികൾ. അതിലൂടെ വഴി വില്ല. ഇതൊരു വില്ല. അതൊക്കെയാണ് നമ്മുടെ റൂംസിൻ്റെ വ്യൂ കേട്ടോ. നമ്മുടെ ഒരു റൂം സൈഡ് അതാ പറഞ്ഞത്. ഇവിടെ ഒരു നൈസായിട്ട് കാർഡിയോ ചെയ്യാനുള്ളൊരു സ്പോട്ട് ഉണ്ട്. വിത്ത് വ്യൂ ചെയ്യാം. ഭയങ്കര വെയിലായതുകൊണ്ട് വലിയതുകൊണ്ട് മാത്രം കേട്ടോ, വെയിൽ ആയതുകൊണ്ട് മാത്രം ചെയ്യട്ടാന്ന് വെച്ചു. നോക്കട്ടെ. എന്തോരം സ്ഥല എക്സ്പ്ലോർ ചെയ്യാൻ. അവിടെ ഉണ്ട് കേട്ടോ ജിം. ഈ റൂംസും നമ്മുടെ റൂം ആ സൈഡില. ടു ഹോട്ട് ബട്ട് ടു ബ്യൂട്ടിഫുൾ. ഇതിലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂംസുള്ള സ്ഥലം കാണാം. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓരോ റൂംസൊക്കെ. ഇങ്ങോട്ടൊക്കെ വില്ലാസ് ഒന്നും തോന്നുന്നു അല്ലേ ഈ സ്ഥലത്തൊക്കെ. പക്ഷേ ഇവിടെ ബട്ട് മഞ്ഞ ബിൽഡിങ്സ്. So got ready for the meeting. നൈസായിട്ടൊന്ന് ഉറങ്ങിപ്പോയി, അത് കാരണം കുറച്ച് ലേറ്റായി. പക്ഷേ let's go have breakfast and then we have the business workshop today. So this is what I'm wearing. It's a co-ord set from Myntra. Oh, forgot to wear the shoes. We'll pair it up with the shoes, heels, sort of a thing. Apo let's go. I'm excited and I'm late, so let's go. It is breakfast. Only fruits, okay? Latte. That's my lipstick. After lunch. Yes. അപ്പോൾ നമ്മളിവിടെ ഒരു മീറ്റിംഗ് പരിപാടി കഴിഞ്ഞു. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഗ്രൂപ്പ് പിക്ചർ ഫോട്ടോഷൂട്ട് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പം അങ്ങനെ ലഞ്ച് ടൈമായി. ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ബുഫേ ആയിരുന്നു. അപ്പം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ജാസ്മിൻ റൈസ്, ചിക്കൻ, പിന്നെ കുറച്ച് ഇത് ഫിഷ്, ഇത് ചിക്കൻ, കുറച്ച് ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇറ്റ്സ് ഡെലിഷ്യസ് മൈ ലഞ്ച്. സോ യെസ്, നമ്മളുടെ മീറ്റിംഗ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു എലിഫൻറ്റ് സാങ്ച്വറി റൈഡാണുള്ളത്. അപ്പോൾ അതിന് ലെറ്റ്സ് ചേഞ്ച് ഫ്രം ദിസ് ടു ദിസ്. യെസ്, സോ ദിസ് ഇസ് വാട്ട് ഐ എം വെയറിങ്. ഇറ്റ്സ് എ ക്വാഡ് സെറ്റ് അഗൈൻ ഫ്രം മിന്ത്ര. സോ എന്താ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എലിഫൻറ്റ് സാങ്ച്വറി കാണാൻ പോവാണ്. അപ്പോൾ എന്താവെന്ന് അറിയില്ല. തൃശ്ശൂർ എലിഫൻറ്റ്സ്, ആനകളുടെ നാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്ന എന്നോടോ ബാല. എന്നാലും നമുക്ക് നോക്കാം തായ്ലൻഡിലെ എലിഫൻറ്റ്സ് എങ്ങനെയാണെന്ന് അല്ലേ. സോ ലെറ്റ്സ് ഗോ. Eating is feet in their mouth. Feet in their mouth. You need to challenge yourself. But for the first time, if you meet them for the first time, they don't know family. That's a skypan. That's Cash the elephant from the jungle back to 400 years ago. That Thailand country need to dig the wall with the Myanmar country. And now we need to catch the elephant from the jungle and present the strongest one to our team.
And our king sit in the neck of the elephant. Rub it first, and after it, we will go cooking for them on the back side to make the vitamin ball for them and go inside of the elephant. So are you ready? Yeah. The food over here and go feed them, please. Let's go, guys. Want to hold everything? Yeah, you need to let her eat first. കഴിച്ചോണ്ടിരിക്കുക. ഓ എന്റെ പോ. You see me? Marina, oh my God. Oh, nice. And when you feed her already, you need to touch her with love like this. I'm like, can I touch her? Yeah, sure, you can touch her. Let's go. Okay, I want to. The vitamin ball. Yeah, this one. Okay. Yeah, and this is corn. Yeah. Yeah, and this is pumpkin. Yeah, and this is the banana leaf. Yeah, banana leaf. I don't have anything else. But ठीक है ऐसे प्रॉपर है ना इसी से लगेगा है उसका यही प्रॉपर है खाता खाता Go down. लो ब्रश लो Go lay down. And right now, our love disappeared. ओके കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ജോലി നോക്കാനോട് തന്നു. ഞാൻ പോയില്ല, ഒബ്വിയസ്ലി നോട്ട് സോ ഇൻട്രസ്റ്റഡ് ടു ഗെറ്റ് ഇൻ ടു ദ വാട്ടേഴ്സ്. ഹലോ, അപ്പോൾ ഞങ്ങൾ ഇവിടെ പത്തോങ് ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. ഫുൾ ടീമുണ്ട് ഞങ്ങളുടെ കൂടെ. ഭയങ്കര രസമാട്ടോ. വേറെ എന്താ പറയുക, സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ സംസാരിച്ച് അങ്ങനെ കമ്പനി അടിച്ച് നടക്കാനായിട്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ എല്ലാവരും വളരെ മുന്നേ പരിചയമുള്ള പോലെ ഇതിൽ കമ്പനിയായി. സോ മീറ്റ് അഞ്ജന ആൻഡ് കരുണ. So yes, meet Aarti. Yes, Namaskar, my name is Aarti. Sat Shri Akal. He's from Jalandhar. So yeah, a lot of others. Let's meet. Saying hi, guys. Hi. Hello. Hello. I'm just vlogging the whole thing. So hi. Let's go. Let's go. So Patong Beach. ഇതിന്റെ ബീച്ച് സ്ട്രീറ്റിലാണ് നമ്മള്. ബീച്ച് നമ്മുടെ ഫ്രണ്ടിലാണ്. ജസ്റ്റ് കാണിക്കാം. കാണാ റീലിലൊക്കെ കാണുന്ന സ്ഥലം. Wow. That is the beach, everybody. ഗൈസ്, അപ്പോൾ പാരാസെയിലിംഗ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ കുറേ പേര് ചെയ്യുന്നുണ്ട്, മാത്രമല്ല ലുക്സ് എക്സൈറ്റിംഗ്. അപ്പം ഞങ്ങൾ അത്യാവശ്യം ബാർഗൈനൊക്കെ ചെയ്ത് 1500 ബാട്ടുള്ളത് 1100 ആക്കിയിട്ടുണ്ട്. അത് നോക്കാം. 2 കിലോമീറ്റർ പോകുന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം പാരാസെയിലിംഗ്. പാരസെയിലിംഗ് കഴിഞ്ഞു. എന്റെ പൊന്നെ, വൺസ് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വൺസ് ലൈക്ക് ആ പോയ പോക്കിലുണ്ടല്ലോ, ഭയങ്കര ഒരു ത്രില്ല് വരും, പേടി വരും. പക്ഷെ പോയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഫ്ലൈ, ഞാൻ താഴെ എത്തി കുറച്ച് സമയം ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അടിപൊളി. Wow. ഇതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടോ ഈശ്വരാ, my eyes. വേറെ സ്ട്രീറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. Good morning. So this is a lot. My face is not as happy as it was in the morning. Yes, നോക്കിക്കാണ് ഇവിടുത്തെ വേറെ സ്ട്രീറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഫുഡ്
തിന്നണോ ആൾക്കാർ? അയ്യോ ലൈവ് 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 ഫിഷ്. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ ഫുൾ തിരക്കാണ്. സാധനങ്ങൾ വാങ്ങിച്ചേട്ടോ. മാംഗോ സ്റ്റിക്കി റൈസിന്റെ കടയാണ്, പക്ഷെ ഒടുക്കത്തെ തിരക്കാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ് ദിസ് ടൈം. ബട്ട് സം ടൈം മാംഗോ സ്റ്റിക്കി റൈസ് ഇസ് സ്റ്റിൽ ഇൻ ദ ബക്കറ്റ് ലിസ്റ്റ്. അയ്യോ നടന്നൊരു പരിപാടി, പക്ഷേ എന്താ പറയാ, making the most of it. I should thank the whole team of Jisma and UE, that is Laila, Rushil, then Nat, Narinder and all of them for the amazing hospitality and every other arrangements that they did for us in Thailand. Good morning. So this is the last day at Thailand. ഇന്നലെ വന്ന പാടെ കിടന്നുറങ്ങി, അങ്ങനെ കാലം കഴിഞ്ഞിട്ടു. Sunny day. Beautiful sunny day. The view. We are having breakfast. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കാണിച്ചു തരാം. കുറച്ച് ലാവിഷ് ആയിട്ട് ഐറ്റംസ് ഉണ്ടെന്ന്. കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ ഇന്ത്യൻ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. I just show what I took, but yeah, don't judge because I'm really hungry. And French toast, croissant, pineapple rice, noodles, scrambled eggs, bullseye. അതൊക്കെ തന്നെ. And cafe latte. Hi guys, so I'm at Phuket Airport Lounge. My face is not as happy as it was in the morning. കാരണം കുറച്ച് എയർപോർട്ട് സംഭവങ്ങളുണ്ടായി. ജസ്റ്റ് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും കുറച്ച് ടെൻഷൻ ഒക്കെ ആയി പോയി. Sometimes this is also what happens when you try to travel alone. പക്ഷെ thankfully I had some people with me this time on for the return journey as well. ഒന്നുമില്ല, ലഗേജ് കുറച്ച് ഓവറായി. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താ ഓൾസോ ഭയങ്കര റിമൈൻഡറാണ് നമുക്ക് മിനിമൽ പാക്കിങ് ചെയ്യാനായിട്ട്. ഞാനൊന്നും അത്ര ഓവർ പാക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഓവർ പാക്ക് ചെയ്തിട്ടില്ല. പക്ഷെ സംഭവം എല്ലാം കൂടെ വന്നപ്പോൾ ഒരു ഇത്തിരി വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടായി. അപ്പോൾ ഐ ഹാഡ് സേഫ്റ്റി സേഫ്റ്റി ബാക്കപ്പ് ഓപ്ഷൻ ഓഫ് അനദർ ബാഗ്. പക്ഷെ ഈ നമ്പർ ഓഫ് ബാഗ്സ് കൂടുമ്പോഴും അതൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഐ വുഡ് അഡ്വൈസ് എവ്രി വൺ ടു പാക്ക് മിനിമലിസ്റ്റിക് ആസ് പോസിബിൾ. ഞാൻ ആകെ 2 ഡ്രസ്സാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതിൽ ഞാൻ പക്ഷെ സംഭവം വെയിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഞാൻ മുന്നേ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് ടൈം നമുക്ക് ഇവിടെ എയർപോർട്ടിൽ പോയി. ഞാൻ ലൗഞ്ചിൽ ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് ടൈമുള്ളൂ. എനിക്ക് വേഗം തന്നെ എന്താ പറയുക ബോർഡിങ്ങിന് പോകണം. പിന്നെ നമ്മൾ ഈ മാറ്റി മറിക്കുമ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ ഈ ക്യാബിനിൽ കൊണ്ടുപോകാൻ പാടില്ലാത്തത്, ചെക്കിൽ ഇടേണ്ടത് നമ്മൾ തിരിച്ചു വെക്കും. അപ്പോൾ അത് നമ്മൾ പിന്നെ കളയണം ഈ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് ആയി ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇമ്മീഡിയറ്റ്ലി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ലൗഞ്ചിൽ പോയി കുറച്ച് ഫുഡ് കഴിക്കട്ടെ, ചിലപ്പോൾ ശരിയാവുന്നു. അപ്പോൾ I just thought I will share it with you as well. Please be very cautious and in the calculator of your luggage. Just don't have any last minute thing going on, and also measure your luggage every time. ഞാൻ ഓൾമോസ്റ്റ് മെഷർ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഫൈൻ. പക്ഷെ അതല്ല, കാരിയ വെയിങ് സ്കെയിൽ ഐ ഹാഡ് ദാറ്റ്, ഞാനത് എടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ റിഗ്രറ്റ്. അതൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇഫ് എനിവൺ ഈസ് thinking to go for a trip or any sooner, I think I would suggest 1 to pack minimal, 2 to pack your luggage, and 3 be aware. One, be minimal. 2, measure your luggage, and 3, be very aware of the airline policy. Yeah, that was the thing. ഞങ്ങൾ വരുമ്പോൾ ഈ 2 ബാഗ് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു പോകുമ്പോൾ വേറെ എയർലൈൻസ് ആയിരുന്നു. അപ്പോൾ വരുമ്പോൾ ഇൻഡിഗോയിലായതുകൊണ്ട് അവരത് അലൗ ചെയ്യുന്ന ഒരു എയർലൈനാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എയർ ഏഷ്യയാണ്. അപ്പോൾ എയർ ഏഷ്യ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫ്ലൈറ്റ് ആണ്. ഓക്കെ, ഇത് ബിസിനസ് ട്രിപ്പ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ മിനിമൽ ലഗേജ് ഉണ്ടാവുള്ളൂ. അവർക്ക്
ക്യാബിനാണ് അവരുടെ ആ പാക്കേജിൽ വരുള്ളൂ, ചെക്ക് ഇൻ ലഗേജ് വരില്ല. അപ്പം ഞങ്ങളുടെ കയ്യിൽ ചെക്ക് ഇൻ ഉണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ കുറച്ചൊന്നും തെറ്റിപ്പോയി. അപ്പം എയർലൈൻ പോളിസി കൂടെ എല്ലാവരും ഇങ്ങനെ അറിഞ്ഞു വെച്ചാൽ ആണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഓഡിയൻസിനോട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇറ്റ് ഫീൽസ് ലൈക്ക് എ ലോട്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. അപ്പം എൻ്റെ കൂടെ ഭാഗ്യത്തിന് ഈ ഒരു എന്താ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ വിച്ച് ഇസ് നരേന്ദർ വാസ് ദേർ ടു ഹെൽപ്പ് മീ ഔട്ട്. താങ്ക്സ് സോ മച്ച് മാൻ, മീൻസ് എ ലോട്ട്. ഹി വാസ് എ പ്രോ ഇൻ ട്രാവലിംഗ്. അതായത് ആൾക്ക് ഇതൊക്കെ ശീലമാണ്, ലഗേജ് കളയുന്നതും. ആളുടെ ഒരു നല്ലൊരു ജാക്കറ്റ് ഇതുപോലെ വെയിറ്റ് കൂടിയിട്ട് ആൾക്ക് കളയേണ്ടി വന്നു നമുക്ക് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം. അപ്പം എൻ്റെ കുറച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പം അത് കുറച്ച് ലിക്വിഡ്സ് ടൈപ്പാണ്. അപ്പം അത് ഞാൻ മാറ്റി വെച്ചില്ല, ചെക്കിൻ ഇട്ടില്ല ഈ ഒരു തിരിമറി നടന്നപ്പോഴേ. അതുകൊണ്ട് അത് ക്യാബിനിൽ പെട്ടു, അത് പിടിച്ച് അത് കളഞ്ഞു. അതുപോലെ ഒരു ഫ്രണ്ടിൻ്റെ ആളുടെ നല്ലൊരു ഫുൾ ക്രീം ഉണ്ടായത്, അത് കളഞ്ഞു. അത് ആ ലാസ്റ്റ് മിനിറ്റ് സംഭവിക്കുന്നതിൻ്റെ ഒരു എറേഴ്സാണ്. പിന്നെ വേറൊരു ചേച്ചി, ആ ചേച്ചിയും ശ്രദ്ധിച്ചില്ല. ആളുടെയും ക്യാബിനിലാണ് കുറച്ച് ബോട്ടിലൊക്കെ ഉണ്ടായത്. അപ്പം അത് പോയി. അതുകൊണ്ട് ആളും ആകെ ഒരു എയർലൈൻ പോളിസിയും ഈ ക്യാബിൻ ചെക്ക് ഇൻ പോളിസിയും ഒക്കെ എല്ലാവരും മുന്നേ ചെക്ക് ചെയ്തിട്ട് മാത്രം എയർപോർട്ടിലേക്ക് ഇറങ്ങുക. എന്തോ ലാസ്റ്റ് കുറച്ച് നാളായിട്ട് ഫ്രീക്വന്റ് ഫ്ലയർ ആണെന്നുണ്ടെങ്കിലും വെൻ എയർലൈൻസ് ചേഞ്ച് പോളിസീസ് ചേഞ്ച് ദാറ്റ്. അപ്പം ഞങ്ങൾ ടിക്കറ്റിൽ അത് മെൻഷൻ ചെയ്തിരുന്നില്ല. പക്ഷെ ഞാൻ I didn't take the effort to go check in the website about this their policy. Okay, so enough talking. I'm so hungry and I'm so thirsty, so we just got to cover it all up with some food and drinks, and I have very less time, so I'll see you all in the next vlog. This was a very nice experience, but lot of learnings, lot of nice experiences as well. But the last one was not that desired, but it was worth it, I guess. The next time ഞാൻ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഹായ് ഗൈസ്, ബൈ ബൈ പറഞ്ഞ് വ്ലോഗ് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് വെച്ചു. എന്നിട്ട് പെട്ടെന്നൊരു കോൾ വന്നു പറയുന്നത് ഞങ്ങളുടെ ഗേറ്റ് മാറി എന്നുള്ളത്. ഞാൻ ഓൾറെഡി കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദാറ്റ് ഞാൻ കുറച്ച് സൂഷി എടുത്തിട്ടുണ്ടായിരുന്നു. സൂഷി ജാപ്പനീസ് ക്യുസീൻ. സൂഷി കഴിക്കാറുള്ള ആളാണ് ഞാൻ. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇന്നേ വരെ. സൂഷിയുടെ കൂടെ ആദ്യമായിട്ട് വസാബി പേസ്റ്റ് എന്നൊരു സംഭവം ട്രൈ ചെയ്തു. സോ വസാബി, സോ ഒരു പാട്ടുണ്ട് വസാബി അങ്ങനെ പറഞ്ഞിട്ട്. I thought it's something very special about Japan. എന്നിട്ട് ഈ വസാബി പേസ്റ്റ് ഒരു മുക്കി ഞാൻ ആ സൂഷി റൈസ് കഴിക്കാൻ ശ്രമിച്ചു. എൻ്റെ ദൈവമേ, you can see it in my face. ഭയങ്കര ബേണിംഗ് സെൻസേഷൻ. അമ്മേ, ഞാൻ ശരിക്കും സ്വർഗം കണ്ടു. I had no one around me, like the ones I know. So I couldn't really burst it out as well. ഞാൻ ഭയങ്കര കൺട്രോളായിട്ട്, പക്ഷെ ഞാൻ എങ്ങനെയോ അത് ഹാൻഡിൽ ചെയ്തു. I'm so proud of myself in that way. പക്ഷെ please don't try wasabi paste. It's freaking bad, dangerous. ഭയങ്കര പൊള്ളുന്ന സെൻസേഷനാണ്. ഇറ്റ്സ് നോട്ട് ഈവൻ സ്പൈസി, ഇറ്റ്സ് വെരി ബേണിംഗ്. I think it directly hit my brain or something. And I had to rush also because we were on time for boarding. അതും വേറെ ഗേറ്റില്ല, അറിയാത്ത ഗേറ്റില്ല. അങ്ങോട്ട് ഓടണം. Man, this was a whole experience. But you know, us as girls, we just cover it up with some lipstick. Very good afternoon. Put some spag. And let it all over. Because I have freaking window seat, guys. My name is Jess. That was the whole lot of Highland business trip. It was fun. We had more fun than I expected. I wonder. Thank you. It's okay. You know, sometimes you have fun, sometimes you have learnings. But it will all balance and you find the true view Final stage. of like ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. അങ്ങനെയൊക്കെ കോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. The 1 hour 35 minutes. I think I'll see you next month.
Till then, if you like this video, please do like, comment, and share if you really felt what I went through in the whole experience. Okay, so I'll see you in the next video. Bye bye.